എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ ഒരു വീഡിയോ ഒരു വലിയ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം നേരിടുന്നൊരു സുസ്ഥിരമായ ഒരു പ്രശ്നം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഈ ധ്രുവ് റാഠിയുടെ ഒരു വീഡിയോ വന്നിരുന്നു. അത് എങ്ങനെയോ എനിക്ക് പ്രേക്ഷകർ അയച്ചു തന്നതാണ്. അത് ഞാൻ കണ്ടപ്പോൾ വളരെ ഗുരുതരമായി തോന്നി. പക്ഷേ ഗുരുതരമായി തോന്നിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയുടെ അവസ്ഥ ഇതുതന്നെ ആയിരിക്കും അടുത്തൊരു 500-600 കൊല്ലം, ചിലപ്പോൾ അതിലും കൂടുതൽ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ ധ്രുവ് റാഠിയുടെ വീഡിയോയിൽ പറയുന്നത്, അത് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. 11,000 लीटर दूध नर्मदा नदी में बहा दिया गया इन बेवकूफ लोगों के द्वारा. ये किस लेवल की बेवकूफी है, आप इसका अंदाजा भी नहीं लगा सकते, क्योंकि दूध की जो बायोलॉजिकल ऑक्सीजन डिमांड होती है वो സംഗതി മനസ്സിലല്ലോ. അതായത് ഏതോ ഗംഗാ നദിയോ നർമ്മദാ നദിയോ എവിടോ വിശ്വാസത്തിൻ്റെ പേരിൽ 11,000 ലിറ്റർ പാല് കൊണ്ടുവന്ന് ഒഴിച്ചിരിക്കുകയാണ്. മതവിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്, ഒരു മതം തന്നെ നിർദ്ദേശിക്കുകയാണ്, പുഴയിലേക്ക് നിങ്ങൾ എന്തെങ്കിലും സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ആ ഒരു പുഴ ദൈവമാണല്ലോ, ആ ദൈവം സന്തോഷിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ്, അങ്ങനെ പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ജനങ്ങൾ ഒരുപാടെണ്ണം പോയിട്ട് ഒരാളും രണ്ടാളൊന്നല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരാണ് ഓരോ ദിവസം ഓരോ പുഴയും മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്തിരി കടന്നു കൈയായിപ്പോയി. 11,000 ലിറ്റർ പാല് വെള്ളത്തിലേക്ക് കളയാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ അറിയോ? ഈ പാല് കൊണ്ട് ആരും സന്തോഷിക്കാൻ പോകുന്നില്ല എന്ന് മാത്രമല്ല, ആ പുഴയിലെ എല്ലാ ജീവികളും ചത്തൊടുങ്ങും. കാരണം പാല് മനുഷ്യന് കുടിക്കാം, അതുപോലെ തന്നെ പശുവിൻ്റെ കിടാവിനൊക്കെ കുടിക്കാം എന്ന് വിചാരിച്ച് മീന് കുടിക്കാൻ പറ്റില്ല. മീൻ ആ വെള്ളത്തിൽ ജീവിക്കുന്നത് തന്നെ അതിലത്തെ ഓക്സിജൻ വലിച്ചെടുത്തുകൊണ്ടാണ്. അങ്ങനെ ഓരോ ഇതിലാണ് ഈ പാലങ്ങൾ ചെല്ലുന്നത് കൂടിയിട്ട് ആ ഓക്സിജൻ അങ്ങോട്ട് ബ്ലോക്ക് ആവുകയാണ്. അതോട് കൂടിയിട്ട് ദശലക്ഷക്കണക്കിന് മത്സ്യങ്ങൾ ചത്തൊടുങ്ങും, അല്ലാത്ത ജീവികളും ചത്തൊടുങ്ങും, വേറെ വല്ല ജീവികളുണ്ടെങ്കിൽ ഒക്കെ ചത്തൊടുങ്ങും. അല്ലാതെ വേറെ ഒരു ഗുണവും ഈ ഒരു സംഗതിനെ കൊണ്ട് ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ഇതാണ് വിശ്വാസം. ഇന്ത്യയിലത്തെ എന്ത് ചെയ്യാൻ കഴിയും? അപ്പം അതിനെക്കുറിച്ച് പറയാണ്, ഇത് വളരെ മാരകമാണ് എന്ന് ധ്രുവ് റാഠി തന്നെ വീടുണ്ടാക്കി പറയാണ്. 300 गुना ज्यादा होती है रॉ सीवेज से. तो इतने सारे दूध को बहाने से जितना पोल्यूशन फैल रहा है वो 3.3 मिलियन लीटर्स ऑफ सीवेज के इक्विवेलेंट है. 11,000 ലിറ്റർ പാല് വെള്ളത്തിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ, ഈ കളഞ്ഞ പാലുണ്ടല്ലോ, ആ പാല് സാധാരണ പുഴയിലേക്ക് വരുന്ന മാലിന്യം, ജനങ്ങൾ തള്ളുന്ന മാലിന്യത്തിൻ്റെ 3 ലക്ഷം ഇരട്ടിയാണ് കെടുതി ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് ഒരു പുഴയിൽ. അത്രയും ഭീകരമാണ്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വർഷങ്ങളെ കാലാകാലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനെതിരെ ആർക്കൊന്നും പറയാനും സാധ്യമില്ല, സർക്കാരുകൾക്കൊന്നും പറയാൻ സാധ്യമില്ല, ആർക്കും പറയാൻ സാധ്യമില്ല. കാരണം അത് മതത്തിൻ്റെ ഭാഗമാണ്, മതവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് മിണ്ടാനും പറ്റില്ല. കേട്ടോക്കെ, इतना सारा ऑक्सीजन खींचा जा रहा है पानी से, इसकी वजह से जितनी भी मछलियां हैं, जितने भी लिविंग ऑर्गेनिजम्स हैं, वो जिंदा ही नहीं रह पाएंगे इसके अंदर. और नर्मदा नदी के अंदर पिछले 2 दशकों में वैसे ही 80 स्पीशीज मछलियों की एक्सटिंक्ट हो चुकी हैं. നർമ്മദാ നദിയാണ് കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഇത് ചെയ്തിട്ടേ ആ പുഴയിലുണ്ടായിരുന്ന 80 തരം മത്സ്യങ്ങൾ സർവനാശം വന്നു കഴിഞ്ഞു, വംശനാശം വന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഒരു ഗുണവും ഇതുകൊണ്ടില്ല എന്ന് മാത്രമല്ല, ദോഷങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അല്ലെങ്കിൽ തന്നെ ഇന്ത്യത്തെ പുഴ മുഴുവൻ മാലിന്യമാണ്. അന്തരീക്ഷ മലിനീകരണം എന്ന് പറഞ്ഞ പോലെ പുഴ മലിനീകരണമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടും പിന്നെ സംസ്കാരം പ്രധാനം 7 എഴുത്തുകൂടെ പോയിട്ടില്ലല്ലോ. എങ്ങനെ എന്ത് വൃത്തിയാക്കണമെന്ന് അറിയില്ല. അതിൽ തന്നെ പോയിട്ട് അപ്പിടും, അതിൽ തന്നെ പോയിട്ട് പിന്നെ കന്നുകാലിനെ കുളിപ്പിക്കും, അതിൽ തന്നെ പോയിട്ട് ശവങ്ങൾ ഒഴുക്കി വിടും, അതിൽ തന്നെ നായ്ക്കളെയും പട്ടികളൊക്കെ എടുത്ത് വലിച്ചെറിയും. എല്ലാ ചത്ത ശവങ്ങൾ മുഴുവൻ പുഴയിലാണ്. പിന്നെ കച്ചറകൾ, ഗാർബേജ്, പിന്നെ ഫാക്ടറിയിലത്തെ ടോക്സിക്, ആശുപത്രിയിലത്തെ ടോക്സിക് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് മാലിന്യം വേറെയും. ഇതൊക്കെ കൂടി വന്ന് അല്ലെങ്കിൽ തന്നെ പുഴകളൊക്കെ നാശിച്ച് നാറാണക്കൾ എടുത്തിരിക്കുകയാണ്. പിന്നെ ഓരോരോ വിശ്വാസത്തിൻ്റെ പുറത്തുള്ള തീർത്ഥാടനങ്ങൾ, സർവ്വജനങ്ങൾ ഒന്നിച്ച് കോടിക്കണക്കിന് ഒരു സ്ഥലത്ത് വന്നിട്ട് ഫുള്ള് ആ ഭക്ഷണം കഴിച്ചിട്ടും അല്ലാതെയും കച്ചറെറിഞ്ഞിട്ടും മലമൂത്ര വിസർജനം പുഴയിലേക്ക് ചെയ്തിട്ടൊക്കെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ. അതിന് പുറമെയാണ് ഈ പാല് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒന്നും തന്നെ പറയാനും പറ്റില്ല. സർക്കാരിന് ഒരു ഓർഡർ പോലും പുറപ്പെടുവിക്കാൻ കഴിയില്ല. പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ മതവികാരം തൊട്ട് വ്രണമാക്കി എന്ന് പറഞ്ഞിട്ട് പിന്നെ ആകെ കലാപം ഇളകി വിടുകയും ചെയ്യും. അപ്പോൾ അതാണ് ഈ പറയുന്നത്.
पिछले साल एक ऐसा केस यूके में हुआ था जहां पर एक डेयरी फार्मर ने गलती से 8,000 लीटर दूध नदी में बहा दिया था। वहां की एनवायरमेंटल एजेंसी को बकायदा एक टेम्पररी डैम बनाना पड़ा था वहां के पोल्यूटिंग वाटर को रोकने के लिए, और पंप्स का इस्तेमाल करके, रेन गन्स का इस्तेमाल करके उस दूध को पानी से निकाला गया। 8 किलोमीटर तक ट्रैक किया गया कि ये वाटर पोल्यूशन कहां तक फैल रहा है। एक दूध യുകെയിൽ ഇതുപോലെ തന്നെ ഒരു പാൽ കർഷകൻ അറിയാതെ മൂപ്പരെന്തോ വണ്ടിയോ മറ്റോ മറി അങ്ങനെ ചെയ്തപ്പോൾ 8000 ലിറ്റർ പാല് ഇത് ഒരു ചെറിയൊരു പുഴ അതിലേക്ക് മറിഞ്ഞു വീണു. 8000 ലിറ്റർ ആ പാല് വീണതിന് അത് തടയാൻ വേണ്ടി, കാരണം അത് മുഴുവൻ ആ പുഴയിലത്തെ സർവ്വസാധനങ്ങളെയും കൊന്നൊടുക്കും എന്നുള്ളത് കൊണ്ട് അവിടുത്തെ സർക്കാർ 8 കിലോമീറ്റർ ദൂരം ഈ പാല് പോയ സ്ഥലം ട്രാക്ക് ചെയ്ത് ആ അവസാനത്തെ പോയിന്റ് കണ്ടെത്തി അവിടെ ഒരു മിനി ഡാം കെട്ടി കൂടുതൽ അപ്പുറത്തേക്ക് പോയിട്ട് പിന്നെ കേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പിന്നെ പുഴയിലത്തെ വെള്ളം മുഴുവൻ അടിച്ച് കളഞ്ഞു പുറത്തേക്ക്. അങ്ങനെ അടിച്ച് കളഞ്ഞിട്ട് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷമാണ് ആ പുഴ പിന്നെ തുറന്നു വിട്ടത്. അത്രക്കും ഗുരുതരവും മാരകവുമാണ്. മറ്റുള്ള രാജ്യങ്ങൾ എത്ര നോക്കുന്നുണ്ട്? അതും ഒരു പാൽ കൃഷിക്കാരൻ മാത്രം ആണത് ചെയ്തത്. ഇന്ത്യയിൽ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ഒഴുക്കല്ലേ, പാലിങ്ങനെ കളയല്ലേ. ഒന്നാമത്തത് ഈ പശുവിൻ്റെ പാൽ എന്ന് പറഞ്ഞാൽ പശു ഇത് എടുത്ത് കൊടുക്കുന്നില്ലല്ലോ. പശുവിനെ കെട്ടിയിട്ട് നിർബന്ധിച്ച് കറന്നെടുത്തിട്ട് അതിൻ്റെ കിടാവിനുള്ളതാണ് ഈ പാല്. പിന്നെ വിശക്കുന്ന മനുഷ്യർക്കൊക്കെ കുടിക്കത്, കാരണം പോഷകാഹാരമാണല്ലോ. അപ്പം മനുഷ്യർക്ക് പോലും കൊടുക്കാതെ കിടാവിനും കൊടുക്കാതെ ആ ഒരു പശുവിനെ കറന്ന് ഉപദ്രവിച്ച് അതിൻ്റെ പാലൊക്കെ എടുത്ത് നേരെ കൊണ്ടുപോയിട്ട് വെറുതെ തട്ടുക. 11,000 ലിറ്റർ പാല് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കണം. അപ്പോൾ അതാണ് പറയുന്നത്, കേട്ടോക്കാം. दूसरे 2017 के केस में जब एक डेयरी फार्मर ने इस तरीके से रिवर को पोल्यूट किया था तो उसे 22,000 पाउंड का फाइन भरना पड़ा था. 1,000. പിന്നെ 2017 വേറൊരു പാൽ കർഷകൻ ഇതുപോലെ എന്തോ ഒരു സംഗതി ഉണ്ടായപ്പോൾ പുഴയിലേക്ക് പാല് കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് 22,000 പൗണ്ട് പിഴ ചേർത്തി. 22,000 പൗണ്ട്. 700 से ज्यादा मछलियों को मारने का, और यहाँ 11,000 लीटर दूध जानबूझकर डाला गया नदी में. अरे एक्शन लेना तो छोड़ो, सरकार में हिम्मत भी नहीं है इसके खिलाफ बोलने की. മറ്റു രാജ്യങ്ങളിലേ കുറച്ച് പാലാരെങ്കിലും പുഴയിലേക്ക് അറിയാതെ വീഴ്ത്തി കഴിഞ്ഞാൽ പിഴകളും ശിക്ഷകളുമാണ്. പക്ഷെ ഇന്ത്യയിലോ മനഃപൂർവ്വം കൊണ്ടുപോയിട്ട് ഒഴുക്കുകയാണ്. ശിക്ഷിക്കൽ പോട്ടെ, സർക്കാരിൽ പെട്ട ആരെങ്കിലും ധൈര്യത്തിൽ പോയിട്ട് പറയും ഇത് ചെയ്യരുതെന്ന് പറയോ? ഒന്നാമത്തത് എങ്ങനെ പറയാ? ഇപ്പോൾ സർക്കാരിലുള്ള ആൾക്കാരും ഇതേപോലത്തെ വിശ്വാസക്കാരായിരിക്കും, പിന്നെ എന്തുകൊണ്ട് പറയില്ലല്ലോ. അപ്പം അതാണ് പറയുന്നത്. ये एक ऐसे देश में किया जा रहा है. ये देखो, 2 महीने पहले की खबर है. उत्तर प्रदेश में स्कूलों में मिड डे मील देते वक्त सफिशिएंट दूध नहीं है बच्चों को देने को, तो पानी की बाल्टी के अंदर दूध मिलाकर बच्चों को दिया जा रहा है पीने. ഉത്തർപ്രദേശിൽ നമ്മൾ അറിഞ്ഞല്ലോ ഒരു പിന്നെ വാർത്തയിൽ, മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഇവിടെ ഒരു സ്കൂളിൽ 1 പാക്കറ്റ് പാല് 4 ബക്കറ്റ് വെള്ളത്തിൽ ചേർത്തിട്ടാണ് കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നത്. അവിടുത്തെ പോഷകാഹാരമാണ് കുട്ടികളുടെ പോഷകാഹാരം. അപ്പോൾ അത്രയും കുട്ടികൾ, വിശക്കുന്ന കുട്ടികൾക്കൊന്നും കൊടുക്കൂല. പക്ഷെ ഒരു ആവശ്യമില്ലാതെ മത്സ്യങ്ങളെ കൊല്ലാനും പുഴ മലിനീകരണമാക്കാനും ഇത്രയും അധികം പാല്. ഇത് ഒരാൾ, അങ്ങനെ നിരവധി പേരുണ്ട് ഇത് കൊണ്ടുപോയി തട്ടുന്ന. പണക്കാരൊക്കെ ഞങ്ങൾ ഭയങ്കര പണക്കാരാണ്, ഞങ്ങൾക്ക് കൂടുതൽ പിന്നെ ദൈവത്തിൻ്റെ കടാക്ഷം കിട്ടണമെന്നും പറഞ്ഞിട്ട് ഇത് പോയിട്ട് തട്ടുകയാണ്. ഇന്ത്യയിൽ എത്ര പട്ടിണി പാവങ്ങളുണ്ട്, എത്ര ഉണ്ട്? കോടിക്കണക്കിന്, 80 കോടിയിലും കൂടുതൽ പട്ടിണികളാണ്. ആ പട്ടിണി പാവങ്ങൾക്കൊക്കെ കൊടുത്തു കൊടുപ്പത്. എന്നാൽ പിന്നെ ദൈവം കടാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ മനസ്സിലാക്കാം. അതില്ല, ദൈവം അപ്പം കടാക്ഷിക്കില്ല. ദൈവം കടാക്ഷിക്കുക വേസ്റ്റ് ആക്കിയാലും പിന്നെ പ്രകൃതി നശിപ്പിച്ചാലുമാണ് ആക്കുക. എന്താ ചെയ്യുക? അങ്ങനെ വിശ്വാസമാണ്. ഇപ്പോൾ അത് മാറ്റാനും സാധിക്കില്ല. മാറ്റാൻ പോയാൽ മാറ്റിയവനെ തല അറുത്തെടുക്കും. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം അതാണ് ഈ പറയുന്നത്. के लिए बच्चों को दूध नहीं देना, दूध को नदियों में गिरा दो, नदियों को गंदा कर दो, वहां मछलियों को मार दो. मतलब कोई भी ऐसा देश देखा है दुनिया में? मुझे एक ऐसे देश का नाम बता दो जहां पर इस लेवल की हरकतें होती हो इंडिया के अलावा. അതായത് പിന്നെ പാല് നശിപ്പിക്കാം, മത്സ്യങ്ങളെ കൊല്ലാം, പുഴ നശിപ്പിക്കാം, പക്ഷെ മനുഷ്യർക്ക് കൊടുക്കാൻ പാടില്ല. അത് കൊടുത്ത് പോകരുത്. അപ്പോൾ പറയണം, ഇങ്ങനത്തെ വിശ്വാസമുള്ള വേറെ വല്ല രാജ്യം ലോകത്തുണ്ടോന്ന്? ഉണ്ടാവില്ലല്ലോ. എങ്ങനെ ഉണ്ടാവുക? ഇന്ത്യയിലാണല്ലോ ഈ വിശ്വാസം മുഴുവനും. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. जब तक देश में इस लेवल का अंधविश्वास रहेगा देश कभी आगे नहीं बढ़ सकता. പിന്നെ മൂപ്പര് പറയുന്നത് ഇതുപോലത്തെ അന്ധവിശ്വാസം ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഇന്ത്യ നന്നാവാൻ പോകുന്നില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇന്ത്യ ഒരിക്കലും നന്നാവില്ല എന്ന് വിചാരിക്കാനല്ലോ. കണ്ടല്ലേ പുഴയിലേക്ക് തട്ടണില്ലേ? ടാങ്കറിൽ കൊണ്ടുവന്നിട്ട് അടിക്കണം. എന്നിട്ട് അത് വീഡിയോ എടുക്കാനും അതിൻ്റെ ഡ്രോൺ ഫുട്ടേജ് എന്തോ മഹത്തായ കാര്യം ചെയ്യണ പോലെ. എവിടെ കൊന്നൊടുക്കണ എല്ലാ ജീവജാലങ്ങളെയും എന്തോ ഡ്രോൺ ഫുട്ടേജൊക്കെ വലിയ
മഹത്തായ കാര്യം ചെയ്യാൻ തോന്നിപ്പോവും. അതിന് പൈസ ചിലവാക്കി അത് ഈ വക പരിപാടിയൊക്കെ. പിന്നെ അത് പാലാണെങ്കിൽ അതിനേക്കാൾ മാരകമായൊരു സംഗതിയാണ് വേറൊരാൾ ചെയ്യുന്നത്. 165 ലിറ്റർ പിന്നെ നെയ്യ് കൊണ്ടുപോയിട്ട് പുഴയിലേക്ക് തട്ടണം. അത് ഒരാളല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളിനെ കാണിക്കുകയാണ്. ദൈ കാണുന്നത് നെയ്യ് 165 ലിറ്റർ അത് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പാലിനേക്കാൾ മാരകമാണത്. അത് നിരവധി കിലോമീറ്റർ മാത്രമല്ല, നിരവധി സമയം അത് നിലനിൽക്കും വെള്ളത്തിൽ. അങ്ങനെ അല്ലെങ്കിൽ തന്നെ വെള്ളം ഞാൻ പറഞ്ഞില്ല ആകെ പൊള്യൂട്ടഡാണ്. അതിൻ്റെ പുറമെയാണ് ഇത് ചെയ്യുന്നത്, വിശ്വാസത്തിൻ്റെ പേരിൽ മാത്രം, അല്ലാതെ എന്തെങ്കിലും ഒരു ദൗത്യം ഏൽപ്പിച്ചതൊന്നല്ല ആരെയും. അപ്പോൾ ഇങ്ങനെ ഇനി ഒന്നും നശിച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾ നശിപ്പിച്ച് തരാൻ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നടക്കുകയാണ് ഇന്ത്യയിൽ. അപ്പോൾ പിന്നെ ഇന്ത്യ അങ്ങനെ നന്നാവുക? ഒരിക്കലും നന്നാവില്ല. പിന്നെ അതിന് പുറമെയാണ് പിന്നെ കുട്ടികൾക്കും മക്കൾക്കൊന്നും ഭക്ഷണമില്ല എന്ന് ഞാൻ പറഞ്ഞല്ലോ. അവരൊന്നും പട്ടിണിപ്പാവങ്ങൾക്കൊന്നും കൊടുക്കരുത്, എന്നാലോ ദൈവങ്ങൾക്ക് വേണേനോ, ദൈവങ്ങൾക്കാണ് ഭക്ഷണം. ഇത് കണ്ടോക്കി. पूजानमहंगे परमेश्वरी ओं मंत्रहीनं क्रियाहीनं भक्तिहीनं सुरेश्वरी जत पूजितं मया देवी परिपूर्णं तदस्तु मे। অনেক কষ্ট করে তোমায় রান্না করেছে মা। ওম সঙ্গায় সাবনায় সাইদে সাপরিবেশ আবাসে মিষ্টান্ন বিদাক্ষব ভৈরব সহিতা ওই উগ্রতারা দেবতা ওই পূজানমহঙ্গে পরমেশ্বরী ওং সঙ্গায় সাবনায় সাইদায় সপরিবারায় সবাসঙ্কট মহাকাল ভৈরব সহিতা ওই উগ্রতারা দেবতা ওই তারা পূজানমহঙ্গে পরমেশ্বরী ওং মন্ত্রহীন ক্রিয়াহীনম্ব প্রসীদ ভক্তবাসলে। মনে মনে আমার সঙ্গে মনে মনে নাম বলুন। উগ্রতারা দেবতা ওই তারা মা ভক্তের বাসনা পূর্ণ করো মা, সবার মঙ্গল করো। হরে কৃষ্ণ। উগ্রতারা দেবতা ওই পূজা পরমেশ্বরী। അതായത് വീട്ടിൽ നിന്ന് ആൾക്കാർ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടുവരികയാണ്. എന്നിട്ട് അവിടെ ഇരിക്കുന്ന ആൾ ഈ ഭക്ഷണം എടുത്തിട്ട് അവിടെ അത് ദൈവമാണല്ലോ, അത് പ്രതിമ ദൈവമാണ്, അതിൻ്റെ വായിലേക്ക് തന്നെ കൊടുക്കുന്നത്. അത് പ്രതിമക്ക് തിന്നാൻ പറ്റൂലല്ലോ, അതല്ലേ, അതിന് പറ്റൂലല്ലോ, അത് പ്രതിമയാണല്ലോ. അപ്പോൾ അതിൻ്റെ വായിൽ പിന്നെ പൊരിച്ച മീനൊക്കെ കൊടുക്കുന്നുണ്ട്, വലിയ പൊരിച്ച മീൻ. സ്വന്തം വീട്ടിലത്തെ ആൾക്കാർക്ക് തിന്നാൻ കൊടുക്കാതെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്നിട്ട് ആ മീൻ ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ആ പ്രതിമയുടെ മുമ്പിൽ. പ്രതിമ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അങ്ങനെ കാണിച്ച് എന്നിട്ട് അതെല്ലാവരും തിരിച്ചു കൊണ്ടുപോകും, ആൾക്കാർ തിരിച്ചു കൊണ്ടുപോകും. തിരിച്ചു കൊണ്ടുപോയിട്ട് എന്താ ചെയ്യാൻ പറ്റുള്ളൂ? അത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല. അത് ചെയ്യുന്ന പരിപാടിയാണ് ഈ കാണുന്നത്. അതായത് അവിടെ തൊട്ടടുത്തൊരു പുഴയുണ്ട്, അതിലേക്ക് തട്ടണം, അങ്ങനെയുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൻ്റെ ഒരു ഇത് നോക്കി നോക്കിയാൽ എങ്ങനെയൊക്കെ പറ്റുമോ പ്രകൃതിയെ നശിപ്പിക്കുക, പിന്നെ ഭക്ഷണം നശിപ്പിക്കുക, അല്ലേ? അങ്ങനെ ഭക്ഷണം നശിപ്പിക്കലും പ്രകൃതിയെ നശിപ്പിക്കലുമാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ അതിൻ്റെ പുറമെയാണ് ഇതിപ്പോൾ അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ പുറമെയാണ് മുമ്പ് പിന്നെ എന്ത് കിട്ടിയാലും ദൈവമാവും, ഇപ്പോൾ പിന്നെ മനുഷ്യന്മാരെ ദൈവമാണ്. കാരണം ടെക്നോളജിയുടെ കാലമാണല്ലോ ഇപ്പോൾ ഇത്, ടെക്നോളജി. അപ്പോൾ ഇത് നല്ലൊരു ബിസിനസ്സാണ്, ദൈവ ബിസിനസ്. വലിയ അധ്വാനിക്കാതെ ഇഷ്ടംപോലെ കാശുണ്ടാക്കാം. അങ്ങനെ ഒരു ദൈവതായിരിക്കണേ, അല്ലേ? ഒരു ദൈവം ഇരിക്കുന്നു, അയാളുടെ ചുറ്റുപറ്റി പിന്നെ എന്തൊക്കെ കുറേ പവും കാര്യങ്ങളും, പിന്നെ പൈസ കൊടുക്കണം. ദൂരെ ദേശങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നോളൂ, അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. സാധാരണ ഒരു പ്രൊഡക്റ്റ് വിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീട് വിടാന്തരം കയറിക്കണം, ഇത് ഇങ്ങോട്ട് വന്നോളൂ. എന്നിട്ട് പൈസ കൊടുക്കുന്നു മാത്രമല്ല, ആദരവും കിട്ടും, പിന്നെ പലതെന്ന് പറഞ്ഞാൽ പലതും കിട്ടും. അങ്ങനെ ആൾദൈവ ബിസിനസ് കൂന് പോലെ ഇപ്പം ഇന്ത്യയിൽ വളരെ. അത് വേറൊന്ന് ഇതാണല്ലോ. ഇങ്ങനെ കുറേ കോക്രായം കാണിക്കുക, കോപ്രത്തരം കാണിക്കുക. അപ്പോഴേക്കും ആൾക്കാർ കാണില്ല, എത്ര ആൾക്കാരെ പിന്നിലൊക്കെ ലക്ഷക്കണക്കിന്. അതല്ല, മൂപ്പരാണ് ദൈവം, മൂപ്പരാണ് ദൈവം കയറി മൂപ്പരമേത്ത് കാണില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ എൻ്റർപ്രനർമാരാണ് കേട്ടോ, സ്വന്തം ബിസിനസ് തുടങ്ങിയ ആൾക്കാരാണിത്, ഇന്നത്തെ ചെറുപ്പക്കാരാണിത്, ജെൻസി അല്ല. ഇങ്ങനെയൊക്കെ കാട്ടിയ കുറേ ആൾക്കാർ വരും, പിന്നെ പൈസ കൊടുത്താൽ വേറൊരുത്തൻ. ഇതൊക്കെ ആൾദൈവ ബിസിനസ്സാണ്, പുതിയ ബിസിനസ്സുകളാണ് ഇതൊക്കെ. കാരണം എത്ര ആൾ സ്ത്രീകളും കുട്ടികളൊക്കെ വരണം. പിന്നെ സ്ത്രീകളിലൊക്കെ മൂപ്പർക്ക് ശരിയാക്കുകയും പിന്നെ എന്താ പറയുക, മൂപ്പർക്ക് ഉപയോഗിക്കാം, കാരണം ദൈവമാണല്ലോ. അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ, ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ സ്ത്രീകളാണെങ്കിൽ അല്ലെങ്കിൽ തന്നെ ഇത് റിലേറ്റാണ് വരുന്നത്, ദൈവത്തിൻ്റെ ഒന്ന് കടാക്ഷം കിട്ടിയാൽ മതി പറഞ്ഞിട്ട്. അങ്ങനെ അല്ലേ, എന്താ ബിസിനസ്? ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ല, ഒന്നും. ജസ്റ്റ് ഇരുന്ന് രണ്ട് അലറിയിട്ട് കുറച്ച് അഭിനയം കാണിച്ചു വെച്ചാൽ നാവ് ഇങ്ങനെ, അതായത് ഈ പട്ടി കടിച്ചാൽ വിഷമൊക്കെയാണല്ലേ, അതുപോലെ. പിന്നെ അത് അങ്ങനെ ഇരിക്കുക എവിടെയെങ്കിലും. ഒരു സ്ത്രീ വന്ന് കാല് കഴുകി എന്നിട്ടെന്താ ചെയ്യുന്നത് കണ്ടോക്കിയേ. എന്നിട്ട് ആ കാല് കഴുകിയ ചീഞ്ഞ വെള്ളം കുടിക്കുകയാണ്. അതിന് വരെ തയ്യാറാകുന്ന ജനത. ഈ ജനങ്ങളോട് വോട്ടിംഗ് മെഷീനിൽ തട്ടിപ്പുണ്ട് പറഞ്ഞ് എന്ത് കുന്ത അവർക്കൊക്കെ മനസ്സിലാവുക എന്നാണല്ലേ. പിന്നിൽ കുറേ പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം ഇത് അടുത്തത് ഒരു ഭ്രാന്തി നടന്നു വരികയാണ്. ആ ഭ്രാന്തി നടന്നു വരുമ്പോൾ എല്ലാവരും ഇവിടെ വീണ് സാഷ്ടാംഗം പ്രണാമം നടത്തുകയാണ്. എന്തൊരു കഷ്ടം നോക്കിയേ. ഒരു ഭ്രാന്തി, അതിന് ബോധം തന്നെ ഇല്ല.
അതിന് ബോധം തന്നെ ഇല്ല. എന്നിട്ട് അതിനെ പോയിട്ട് സാഷ്ടാംഗം പ്രണയിക്കുന്ന ജനം. ഈ ജനങ്ങളോട് പിന്നെ തെരഞ്ഞെടുപ്പ് അഴിമതി കൊണ്ടാണ് ഈ സർക്കാർ നിലനിൽക്കുന്നത്, സിസ്റ്റത്തിലാണ് ഇതൊക്കെ ചെയ്യുന്നത്, അക്കം മാറ്റി അടിക്കുകയാണ്, അവരുടെ ബിൽഡിങ്ങിലാന്നൊക്കെ പറയാം. എന്ത് കുന്തം മനസ്സിലാവും? അങ്ങനെ ഒന്നില്ല പറയും. കാരണം ഇതല്ല കോലം. ഹണ്ടാനി ആളുകൾ ദൈവം മൃഗങ്ങളും ദൈവമാക്കി, എല്ലാവരും ദൈവമാണ്. മനുഷ്യന്മാർ മാത്രമാണ് ഒന്നിനും പറ്റാത്തത്. ആയിട്ട് നടക്കുകയാണ്. എന്താ വേറൊരു പ്രാന്ത് ഇതാ കണ്ടോളി. മറ്റൊരു ഇത് ബിസിനസ്സാണ്, ഇതൊക്കെ ആൾദൈവ ബിസിനസ്സാണ്. खड़े हो माँ देखो ഇനി മൂപ്പര് ഓരോ കോപ്രാത്തരം കാണിക്കും. അല്ലേ, അത് എന്താ കാണിക്കാൻ എന്താ വെച്ചാൽ മൂപ്പര് ദൈവമായ കാരണമാണിത്. അത് വിശ്വസിക്കാൻ മുമ്പിൽ എത്ര ആൾക്കാരെ ഭവ്യതയോട് കൂടി ഇരിക്കുന്നത്. അപ്പൊ അത് കണ്ടല്ലോ. ഇനി അടുത്ത് കാണിച്ചു തരാം. ഇത് പിന്നെ കുറച്ച് ആൾക്കാർ തമിഴ്നാട്ടിൽ ഉണ്ടായൊരു സംഭവമാണ്. அது கண்டு வைக்காதையும் நிறுத்தி பார்க்கலாம் நடுக்கல வழிபடா அப்படின்ட்டு நாங்கள் வந்து இதெல்லாம் ஷாக் ஆகிட்டாப்ல. அப்படியே சுற்றி வந்து பார்க்குறோம். நீங்களே பாருங்க என்ன இது மக்கள். எனக்கு இது சரியாக வந்து பார்த்தீங்கன்னா விருத்தாச்சலத்துலேருந்து பார்த்தீங்கன்னா கோபலபுரம் ரோடு, கோபலபுரம் ஊராட்சி தான் நினைக்கிறேன். அடுத்தது இந்த இடத்துல அமைஞ்சிருக்கு. இதுக்கு ஏன்னா விளக்கெல்லாம் வச்சிருக்காங்க. எங்க பாருங்க சாமி பேர் இருந்தால் மறக்காம கமெண்ட் பண்ணிட்டு சாமி பேர் வந்து இதுக்கு ஒரு பேர் வைக்கலாம் அப்படின்னா, இந்த சாமிக்கு வந்து ஒரு பேர் வைக்கலாம் அப்படின்னா என்ன பேர் வைக்கலாம் அப்படிங்கிறது வந்து கமெண்ட்ல போடுங்க. நாங்கள் ഒരു സർവരിക്കല്ല് 8 എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. എങ്ങോട്ടോ പോകുമ്പോൾ 8 കിലോമീറ്റർ എന്ത് കുന്താണോ അങ്ങനെ ഒരു സർവരിക്കല്ലാണ് അത്, ചെറിയൊരു. അത് ഒരു കൂട്ടർ വന്നിട്ട് അതിനെയും പിടിച്ച് ദൈവമാക്കിയിട്ട് അവിടെ ഭയങ്കര പൂജ നടത്തുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ് ഈ ദൈവത്തിൻ്റെ പേരെന്താണ്, നിങ്ങളൊരു പേരിടോ. പ്രേക്ഷകരോട് ചോദിക്കുകയാണ് നിങ്ങളൊരു പേരിടോ ഈ ദൈവത്തിന് എന്ന് പറയാണ്. സർവരിക്കല്ല് ദൈവം എന്തെങ്കിലും പേരിടേണ്ടി വരും. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലത്തെ ജനങ്ങളുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലും നന്നാവില്ല. ഇനി ഒന്നുകൂടി കാണിച്ചു തരാം. ഇതവിടെ ഒരാളെ പാമ്പ് കടിച്ചു. 14 വയസ്സുള്ള ഒരു പയ്യനെ പാമ്പ് കടിച്ചു. ഉടനെ തന്നെ ആ അമ്രോഹ പറഞ്ഞ സ്ഥലത്ത് UP-യിൽ അങ്ങനെ രക്ഷിതാക്കൾ മാതാപിതാക്കൾ ഈ പയ്യനെ കൊണ്ടുപോയത് ഒരു ദൈവത്തിൻ്റെ അടുത്തേക്ക്. അപ്പം നേരത്തെ കണ്ടല്ലോ ദൈവം, അതുപോലെ ദൈവങ്ങളുടെ അടുത്തേക്കാണ് കൊണ്ടുപോയത്. അവർ പറഞ്ഞ് എത്ര വലിയ വിഷമുണ്ടെങ്കിലും ഗംഗാനദി വലിച്ചെടുക്കും. ഗംഗാ മാതാവ് ഉണ്ടല്ലോ അത് എല്ലാവരും രക്ഷിക്കും, നിങ്ങൾ പോയിട്ട് ഗംഗാ മാതാവിൽ ഇട്ടാൽ മതി പയ്യനെന്ന് പറഞ്ഞ്. അങ്ങനെ അത് വിശ്വസിച്ചിട്ട് ആ പയ്യനെ ഗംഗയിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ, തണുത്ത വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് 12 മണിക്കൂർ അതോട് കൂടിയിട്ട് ആ പയ്യൻ മരിച്ചു. ഗംഗാമാതാവ് എടുത്ത് കൊണ്ടുപോയി. എന്നാലും ഗംഗാമാതാവിലുള്ള വിശ്വാസം പോലും കേട്ടോ. മകൻ മരിച്ചാലും വെള്ളം, ആര് മരിച്ചാലും വെള്ളം, ഞങ്ങൾ ഗംഗാമാതാവാണ് ഞങ്ങൾ മാതാവ് പറഞ്ഞ് നടക്കും. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്ന ഒരു രാജ്യം എത്ര പിന്നാക്കമായിരിക്കും എന്നതിലൊന്ന് ചിന്തിക്കാം നമുക്ക്. നൂറ്റാണ്ടുകൾ പിന്നിലാണ് കിടക്കുന്നത്. ഇത് 1-2 ആൾക്കാരാണെങ്കിൽ നമുക്ക് എഴുതി തള്ളാം, ഓക്കെ കുഴപ്പമില്ല. ഇതങ്ങനല്ല, കോടാനക്കോടി ആൾക്കാർ ഈ വിശ്വാസത്തിൽ നടക്കുകയാണ്. കേരളത്തിലും ഉണ്ട് ഇതേ വിശ്വാസക്കാരൊക്കെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതാണ് കോലം. പിന്നെ ഇതാ ഒരു ബാബനെ പിടിച്ചിരിക്കുകയാണ്. എന്താണ് ബാബല്ല, ആൾ ദൈവം. ഭക്തിയുടെ മറവിൽ കോടികളുടെ കള്ളനോട്ടടി. ഇലക്ഷൻ വരികയല്ലേ, ഗുജറാത്തിൽ ആൾദൈവത്തിൻ്റെ വക വൻ കള്ളനോട്ട് നിർമ്മാണം. കേന്ദ്ര സർക്കാർ ലേബലിലുള്ള കാറിൽ സഞ്ചരിച്ചിരുന്ന പ്രദീപ് ഗുരുജിയെ 2 കോടിയുടെ 500 രൂപ നോട്ടുകളുമായി പോലീസ് പൊക്കി. അഹമ്മദാബാദ് ക്രൈം ബ്രാഞ്ചിൻ്റെ മുന്നിൽ മിന്നൽ നീക്കത്തിലാണ് തട്ടിപ്പ് പുറത്തല്ലേ. എത്രത്തോളം വിശ്വാസികളറിയോ അതിൻ്റെ മറവ്. പിന്നെ സർക്കാർ ഒരു വണ്ടി കൊടുത്തിരിക്കുകയാണ്. ആൾദൈവങ്ങൾക്കൊക്കെ ഇപ്പം BJP അല്ലേ ഭരിക്കുന്നത്, ഉത്തർപ്രദേശൊക്കെ. അപ്പോൾ മാത്രമല്ല ഗുജറാത്താണ് ഇയാൾ. അപ്പോൾ ഗുജറാത്തിലൊക്കെ BJP ആണ് ഭരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർക്ക് പെട്ടെന്ന് കാറും ബസ്സും അതും ഇതൊക്കെ കൊടുക്കും സ്വന്തമായിട്ട്. കാരണം ഈ ആൾദൈവങ്ങളെ ഉപയോഗിച്ചിട്ട് വേണം പല സംഗതി ചെയ്യാൻ. അങ്ങനെ നിർഭാഗ്യവശാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ പറയുന്നത്. പിന്നെ ആ വാർത്തയാണിത്. 42,000 ഫേക്ക് നോട്ട്, 500 നോട്ട്, പിന്നെ 1500 നോട്ടൊക്കെ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇതാണ് ആൾദൈവ ബിസിനസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ. ഇത് ചെയ്താൽ ഒരു പേടിയും പേടിക്കണ്ട, ആരും തൊടുമില്ല. പിന്നെ കള്ളനോട്ടൊക്കെ അടിച്ചാൽ ചിലപ്പം RBIയുടെ വല്ല ആൾക്കാർ വന്ന് പിടിച്ചെന്നല്ലാതെ വേറെ ആരും തൊടാൻ പോകുന്നില്ല. ധൈര്യം ഉണ്ടാവില്ല ആർക്കും തൊടാൻ. കാരണം ഭരിക്കുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്, ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ചൈനയിലേക്ക് നോക്കിയേ, ചൈനയിൽ ഓരോ ദിവസം എന്തൊക്കെ കണ്ടുപിടിച്ച് അവരും ശരം വേഗത്തിൽ പുരോഗതിയിലേക്ക് ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കുകയാണ്. പുരോഗതിയിൽ എത്തിയിട്ട് വീണ്ടും പാറുകയാണ്. ഈ 47 കൊല്ലം
പിന്നെ ഉപരോധം ഏർപ്പെടുത്തിയ ഇറാൻ പോലും ഇന്ന് നിന്ന് ഇത്രയും വലിയ അമേരിക്കക്കെതിരെ യുദ്ധം ചെയ്യാണ്, ഒരു കേടുപാടില്ലാതെ. അത്യാധുനികമായ അവരുടെ ടെക്നോളജിയും എഞ്ചിനീയറിങ്ങും ഒക്കെ വെച്ചിട്ട് നല്ല നല്ല മിസൈൽ ഉണ്ടാക്കി അടിക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും മുന്നോട്ട് ഇങ്ങനെ ഓടുകയാണ്. പക്ഷെ ഭാരതം എന്താണ് ആർച്ചാ ഭാരത സംസ്കാരത്തിലേക്ക് വീണ്ടും വീണ്ടും പിന്നോട്ട് ഇങ്ങനെ പോകണം. എന്നാൽ കുറ്റം പറയാനാണെങ്കിലോ ലോകത്തെല്ലാവരും കുറ്റം പറയും ചെയ്യും. ലോകത്തെല്ലാവർക്കും കുറ്റങ്ങളാണ്, സ്വന്തം ഒരു കുറ്റമില്ല. മറ്റുള്ള രാജ്യങ്ങളൊക്കെ 100 കൊല്ലം മുമ്പിലെത്തി, ചൈനയൊക്കെ 1000 കൊല്ലം മുമ്പിലെത്തി. പക്ഷേ ഇവിടെ കുറ്റം പറച്ചിൽ മാത്രം. ഇപ്പോൾ പാകിസ്ഥാൻ്റെ മറ്റേ ചർച്ച നടക്കുന്നുണ്ട് അവിടെ. എന്തൊരു അസൂയാണേ, എന്തിനാണ് ഇത്ര അസൂയ, എന്ത് അസൂയാണ്? ഇപ്പോൾ എല്ലാ ചാനലിലും ഭൂലോക അസൂയ. സ്വന്തം നന്നാവുക എന്നല്ലാതെ ഇതൊക്കെ മാറ്റി ഒരു പുരോഗതിയിലേക്ക് വരിക, ഈ നാറി സർക്കാരിനൊക്കെ എടുത്ത് ചവിട്ടി പുറത്താക്കുക, അന്ധവിശ്വാസികളെ അടിച്ച് പുറത്താക്കുക എന്നൊക്കെ നോക്കാന്നല്ലാതെ അസൂയാണ്, എല്ലാവരോടും അസൂയ. എന്തൊരു അസൂയാണ്, സമ്മതിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ പിന്നോക്കം പോകുന്നത്, മുന്നോട്ട് തന്നെ വരുന്നില്ല ആരും. പിന്നെ തമ്മി തല്ലും അതൊക്കെ പോരാട്ടവും ഇതൊക്കെ തന്നെ ഉള്ളൂ. വേറെന്താ ഉള്ളത്? പൊങ്ങച്ചം പറച്ചലും. എന്നിട്ട് ആകെ 4 കാശുണ്ടാക്കണമെങ്കിൽ അന്യ രാജ്യങ്ങളെ ആശ്രയിക്കണം. ആ രാജ്യങ്ങളിൽ എങ്ങാനും ഒരു യുദ്ധം വന്നാലോ ആ രാജ്യങ്ങൾക്കായി കുറ്റം. ഞങ്ങളുടെ വയറ്റത്തടിച്ചേ പറഞ്ഞ് നിന്ന് കാര്യം. സ്വന്തം രാജ്യത്ത് നിന്ന് സ്വന്തം രാജ്യത്തിന് വേണ്ടി വല്ലതും ചെയ്ത് പൈസ ഉണ്ടാക്കി രാജ്യത്തിനെ നന്നാക്കുക എന്നുള്ള ചിന്തയില്ല. അപ്പോൾ ഈ ഇറാനികളൊക്കെ എന്താ ചെയ്യുന്നത്? ഭൂരിഭാഗം ആൾക്കാർ ഇന്ത്യയിൽ തന്നെയാണ്, ഇറാനിൽ തന്നെയാണ്. അവർ ഇറാനിൽ നിൽക്കുന്നു, അവരുടെ രാജ്യത്തിനോട് പണിയെടുക്കുന്നു, അവരുടെ രാജ്യം നന്നാക്കുന്നു. അതുകൊണ്ടാണ് ഇത്ര നല്ല നല്ല ടെക്നോളജി അവിടെ ഉള്ളത്, വെടിപ്പും വൃത്തിയുള്ളത്. ഒന്നാമത്തത് ഇന്ത്യക്ക് പുറത്തു പോയാൽ പല ആൾക്കാരും പുറത്തു പോയാൽ പെട്ട്, ആ രാജ്യക്കാർ പെട്ട്. ഇപ്പം നേപ്പാൾ ഇത്ര പുരോഗമിച്ച രാജ്യമൊന്നുമില്ല. അവിടെ പോയിട്ട് അവിടുന്ന് ആൾക്കാർ ചീത്ത പറയണം ഇന്ത്യക്കാരെ. അവിടെ തുപ്പി, ഇവിടെ തുപ്പി, മുറുക്കാൻ തുപ്പി എന്നൊക്കെ പറഞ്ഞിട്ട് 100 കൂട്ടം പ്രശ്നം. അത് നേപ്പാളിൽ. മറ്റുള്ളതാണെങ്കിൽ അപ്പിടാണ്. സംസ്കാരം പറഞ്ഞ സാധനമില്ല, ഭയങ്കര പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് പരിപാടി എല്ലാ ഇന്ത്യക്കാരും ഇന്ത്യയിൽ നിന്ന് ഇന്ത്യനെ നന്നാക്കുക. സ്വന്തം രാജ്യത്തിനോട് നല്ല സ്നേഹം ഉണ്ടെങ്കിൽ രാജ്യം വിട്ടുപോകാതിരിക്കുക, അതാ ചെയ്യേണ്ടത്. അല്ലാതെ ലോകത്തെല്ലായിടത്തും പോകുന്നത് ആ രാജ്യങ്ങൾക്കും കുറ്റം. മുസ്ലിങ്ങൾ മഹാപോക്കാണ്. മുസ്ലിം രാജ്യത്ത് പോയിട്ട് എല്ലാവരും ജീവിക്കും. മുസ്ലിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങരുത്, പക്ഷേ ഗ്യാസ് സിലിണ്ടർ വേണമെങ്കിൽ അവിടുന്ന് ഗ്യാസ് സിലിണ്ടറും ക്രൂഡോയിലും പെട്രോളൊക്കെ അവിടുന്ന് വേണം, മുസ്ലിം രാജ്യത്ത് വേണം, അത് കുഴപ്പമില്ല. അങ്ങനെ എല്ലാത്തിലും അസൂയയും പിത്തനിയും അല്ലാതെ ഒന്നും കാണില്ല ഇന്ത്യയിൽ. അതുകൊണ്ടാണ് മറ്റുള്ള രാജ്യങ്ങൾ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ പാകിസ്ഥാൻ്റെ എന്താ കണ്ടില്ലേ, അവിടെ ചർച്ച നടക്കുകയാണ്. അസൂയ മൂത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? എല്ലാ രാജ്യങ്ങളും അടിവെച്ച് എല്ലാ കാര്യത്തിലും മുന്നോട്ട് പോവാണ്. അപ്പോൾ ഇതൊക്കെ ചിന്തിക്കുക. പിന്നെ ഈ അന്ധവിശ്വാസമൊന്നും ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. ഇത് അവസാനിക്കാതെ ഇന്ത്യയും നന്നാവാൻ പോകുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.